മക്കളെ 27th January second ഷിഫ്റ്റിലെ question number 7. See, listen. ഇത് കാണാൻ തന്നെ അറിയാം, നമുക്ക് ഇൻറ്റഗ്രേഷനിലെ ചോദ്യമാണ്. ലിസൺ. സോ നമുക്ക് എങ്ങനെയാണ് ഈ ചോദ്യത്തെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഐ എന്ന് പേര് കൊടുത്തു ഇവനെ. ഓക്കെ, എന്നിട്ട് ഐയെ ഞാൻ ഒന്ന് മാറ്റി എഴുതുകയാണ് അല്ലേ. ഇതെന്താണ്? ഇൻറ്റഗ്രൽ 0 to pi. Okay, what is that? Dx divided by, okay, dx divided by 1 plus a square minus 2a cos x. Okay, 1 plus a square minus 2a cos x എന്നായിട്ട് മാറി. ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ഉണ്ട് അല്ലേ. എന്താണ്? കോസ് എക്സിനെ മാറ്റി എഴുതുക. കോസ് എക്സ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് tan square x by 2 divided by 1 plus tan square x by 2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താക്കുക? കോസ് എക്സിനെ മാറ്റി എഴുതുക. ഓക്കെ, സോ അപ്പോൾ ഐ ഈസ് ഇക്വൽ ടു എന്തായിട്ട് മാറും? ഇൻറ്റഗ്രൽ 0 to pi അല്ലേ. ഡി എക്സ് ഡിവൈഡഡ് ബൈ വാട്ട് ഇസ് ദാറ്റ്? 1 പ്ലസ് എ സ്ക്വയർ മൈനസ് 2a ഇൻറ്റു വാട്ട് ഇസ് ദാറ്റ്? 1 മൈനസ് tan സ്ക്വയർ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan സ്ക്വയർ എക്സ് ബൈ 2. ഓക്കെ, ലിസൺ. 1 minus tan square x by 2 divided by 1 plus tan square x by 2. ഓക്കെ, നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്താം. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത്. 1 plus tan square x by 2 into 1 അല്ലെ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സിംപ്ലി എന്താണ്? 1 plus tan square x by 2 ആണ്. ഓക്കെ, ലിസൺ. അതിനേക്കാളും നല്ലത് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഒരു സ്റ്റെപ്പ് എക്സ്ട്രാ കൂട്ടി ചെയ്യാം. അഥവാ 1 പ്ലസ് എ സ്ക്വയർ ഇൻറ്റു വാട്ട് ഇസ് ദാറ്റ്? 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ബൈ 2. ഓക്കെ, 1 പ്ലസ് എ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ബൈ 2 മൈനസ് 2a. ഓക്കെ, 2a ഞാൻ ഉള്ളിലേക്ക് എടുക്കുകയാണ്. സോ മൈനസ് 2a പ്ലസ് വാട്ട്? 2a ടാൻ സ്ക്വയർ എക്സ് ബൈ 2 എന്ന് വന്നു. ഓക്കെ, ദെൻ ഇനി ശ്രദ്ധിക്കുക. സോ നമുക്ക് വാട്ട് ഇസ് നെക്സ്റ്റ്? 0 to pi. ഓക്കെ, ഒന്നും കൂടി ഒന്ന് ഭംഗിയാക്കി കഴിഞ്ഞാൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 1 അല്ലെങ്കിൽ 1 പ്ലസ് എ സ്ക്വയർ ഇൻറ്റു 1. വാട്ട് ഇസ് ദാറ്റ്? 1 പ്ലസ് എ സ്ക്വയർ. ഓക്കെ, ദെൻ ഇനി അടുത്തത് എന്താണ്? പ്ലസ് 1 പ്ലസ് എ സ്ക്വയർ എന്താ? ടാൻ സ്ക്വയർ എക്സ് ബൈ 2. ഓക്കെ, മൈനസ് 2a പ്ലസ് 2a ടാൻ സ്ക്വയർ എക്സ് ബൈ 2. ഓക്കെ, ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് ഹോൾ ഡിവൈഡ് ബൈ എന്തുണ്ട് മക്കളെ? 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ബൈ 2 ഉണ്ട് കേട്ടോ. ഹോൾ ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ബൈ 2 ഉണ്ട്. ഒന്നുമില്ല, ഇവനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത ആ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ബൈ 2 ആണ്. ഓക്കെ, ഇനി കുഞ്ഞുങ്ങളെ നിങ്ങൾ നോക്കടാ. ഇവിടെ 1 പ്ലസ് എക്സ് എ സ്ക്വയർ ഉണ്ട്, മൈനസ് 2a ഉണ്ട് അല്ലേ. വാട്ട് ഇസ് ദാട്ടോ? 1 പ്ലസ് എ സ്ക്വയർ മൈനസ് 2a എന്ന് പറയുമ്പോൾ ഇറ്റ് സിംപ്ലി 1 മൈനസ് എ ദ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ചോദിക്കും സാറ് എ മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് എടുത്തൂടെ? അങ്ങനെയും എടുക്കാം, പക്ഷേ അത് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദ്യം തെറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. ഓക്കെ, ശ്രദ്ധിക്കുക, ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, പൈ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to pi. ഓക്കെ, അപ്പോൾ എനിവേ ശ്രദ്ധിക്കുക. ഈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ബൈ 2 എന്ന് പറഞ്ഞ ചങ്ങാതി എന്താക്കും? മുകളിലോട്ടേക്ക് വന്നു അല്ലേ. സോ വാട്ട് ഇസ് ദാറ്റ്? 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ബൈ 2. ഓക്കെ, 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ബൈ 2 അതേപോലെ ഡി എക്സ് ഇവൻ മുകളിലേക്ക് വന്നു. ഇനി താഴെയുള്ളത് 1 പ്ലസ് എ സ്ക്വയർ മൈനസ് 2a എന്ന് പറഞ്ഞാൽ 1 മൈനസ് എ ദ ഹോൾ സ്ക്വയർ അല്ലേ. 1 മൈനസ് എ ദ ഹോൾ സ്ക്വയർ അല്ലേ. പിന്നെ നമുക്ക് ഇവിടെ എന്താണ്? കമാൺ പ്ലസ് 1 പ്ലസ് എ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ടാൻ സ്ക്വയർ എക്സ് ബൈ 2 എന്ന് വരും. ഓക്കെ അല്ലേ. ശ്രദ്ധിക്കുക, ഒന്നുമില്ല. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ 1 പ്ലസ് എ സ്ക്വയർ ടാൻ സ്ക്വയർ എക്സ് ബൈ 2 2a ടാൻ സ്ക്വയർ എക്സ് ബൈ 2 ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ടാൻ സ്ക്വയർ എക്സ് ബൈ 2 കോമൺ ആയിട്ട് പുറത്തെടുത്ത് ഞാൻ 1 പ്ലസ് എ സ്ക്വയർ പ്ലസ് 2a എന്ന് വരും. ദാറ്റ് ഇസ് വാട്ട് ഇസ് ദാറ്റ്? 1 പ്ലസ് എ ദ ഹോൾ സ്ക്വയർ ആണ്. അതൊരു സിമ്പിൾ ലോജിക് ആണ്. ഇനി 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഇസ് ദാറ്റ്? അയ്യോ സോറി. ഓക്കെ, 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ബൈ 2 എന്ന് പറഞ്ഞാൽ അതെന്താണ് മക്കളെ? അതെന്താണ്? ഇറ്റ് ഈസ് സിംപ്ലി എന്താണ്? 6 സ്ക്വയർ എക്സ് ബൈ 2 ആണ്. ഓക്കെ, ഇത് നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടുന്ന് 1 പ്ലസ് എ സ്ക്വയറിന് ഐ ക്യാൻ ടേക്ക് ഔട്ട് സൈഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെ 1 പ്ലസ് എ സ്ക്വയറിന് ഞാൻ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1 ഡിവൈഡ് ബൈ 1 പ്ലസ് എ സ്ക്വയർ അല്ല, 1 പ്ലസ് എ ദ ഹോൾ സ്ക്വയർ അല്ലേ. ഇൻറ്റഗ്രൽ 0 to pi സീക്ക് സ്ക്വയർ എക്സ് ബൈ 2 ഡിവൈഡ് ബൈ ഇവിടെ നോക്കൂ 1 മൈനസ് എ ബൈ 1 പ്ലസ് എ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ബൈ 2 ഡി എക്സ് എന്നായിട്ട് മാറി. ഇനി ഇത്രയും ചെയ്തതിന് ശേഷം ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് മക്കളെ ടി ഈസ് ഈക്വൽ ടു എന്ത് കൊടുക്കുകയാണ്? ടാൻ എക്സ് ബൈ 2 കൊടുക്കുകയാണ്. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു ടാൻ എക്സ് ബൈ 2 കൊടുത്തു കഴിഞ്ഞാൽ ഡി ടി ഈസ് ഈക്വൽ ടു വാട്ട് ഇസ് ദാറ്റ്? 1 ബൈ 2 സീക്ക് സ്ക്വയർ എക്സ് ബൈ 2 എന്ന് വരും അല്ലേ. ദാറ്റ് മീൻസ് 2 ഡി ടി ഈസ് ഈക്വൽ ടു വാട്ട്? സീക്ക് സ്ക്വയർ എക്സ് ബൈ 2 എന്ന് വരും. ഓക്കെ അല്ലേ. സോറി,
ഡി എക്സ് ഉണ്ട്. ഓക്കെ, ശ്രദ്ധിക്കാം. അപ്പോൾ ഈ സിക്സ് സ്ക്വയർ എക്സ് ബൈ ടു ഡി എക്സിന് പകരം എനിക്ക് 2dt എന്ന് കൊടുക്കാം. സോ ഐ ഈസ് ഈക്വൽ ടു എന്തായിട്ട് മാറി? 1 ഡിവൈഡ് ബൈ 1 പ്ലസ് എ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, 0 to pi integral 2dt. Okay, 2dt whole divided by, come on, 1 minus a divided by 1 plus a the whole square plus what tan square x by 2d എന്നായിട്ട് മാറും. ഇനി വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് ചെറിയ മിസ്റ്റേക്കുകൾ പറ്റി. നമ്മൾ ടി ഈസ് ഈക്വൽ ടു ടാൻ എക്സ് ബൈ 2 എന്നല്ലേ കൊടുത്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ടി സ്ക്വയർ എന്ന് കൊടുത്താൽ പോരെ, എസ് ടി സ്ക്വയർ. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ എന്തും മാറ്റണം, ലിമിറ്റും മാറ്റണം. ഓക്കെ അല്ലേ? അപ്പോൾ ടി ഈസ് ഈക്വൽ ടു വാട്ട്? ടി ഈസ് ഈക്വൽ ടു ടാൻ എക്സ് ബൈ 2 ആണ്. ഓക്കെ, വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0, ഓക്കെ, ടി ഈസ് ഈക്വൽ ടു ടാൻ 0 ബൈ 2, വാട്ട് ഇസ് ദാറ്റ്? 0. ആൻഡ് വെൻ എക്സ് ഇസ് ഈക്വൽ ടു പൈ, അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ടി ഈസ് ഈക്വൽ ടു ടാൻ പൈ ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട്? ഇൻഫിനിറ്റി. സോ ലിമിറ്റ് 0 മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെ അതെന്തായിട്ട് മാറി എന്ന് പറയാം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് വി ക്യാൻ ടേക്ക് ദിസ് 2 ഔട്ട്സൈഡ്. ഓക്കെ അല്ലേ? 2 പുറത്തേക്ക് എടുത്ത് ഇവിടെ ഭംഗിയാക്കി വെക്കാം. സോ നമുക്ക് ഇത് എന്ത് ഫോർമാറ്റ് ആണ്? ഇന്റഗ്രൽ 1 ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ആണ്. ആൻസർ 1 ബൈ എ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ, ആ ഫോർമാറ്റ് ആണ്. അപ്പോൾ അത് സ്റ്റാൻഡേർഡ് ഫോർമുലയിലെ എയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ എയുടെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെ ക്വാണ്ടിറ്റി ആണ്. സോ 1 ബൈ എ എന്ന് പറയുമ്പോൾ ദിസ് പെർട്ടിക്കുലർ ക്വാണ്ടിറ്റിയുടെ റെസിപ്രോക്കൽ എടുക്കലാണ്. സോ ദാറ്റ് മീൻസ് വാട്ട്? 1 പ്ലസ് എ ഡിവൈഡഡ് ബൈ 1 മൈനസ് എ എന്ന് വരും അല്ലേ? ടാൻ ഇൻവേഴ്സ്, ഓക്കെ, ടി ഡിവൈഡഡ് ബൈ 1 മൈനസ് എ ഡിവൈഡ് ബൈ 1 പ്ലസ് എ അല്ലേ? എവിടെ മുതൽ എത്ര വരെ? 0 മുതൽ ഇൻഫിനിറ്റി വരെ. ഓക്കെ, ഇവിടെ ഇവർ രണ്ട് പേരും എന്തായിട്ട് പോയി? ക്യാൻസൽ ആയിട്ട് പോയി. സോ 2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് എ ഇൻറ്റു 1 മൈനസ് എ എന്ന് പറയുമ്പോൾ 1 മൈനസ് എ സ്ക്വയർ അല്ലേ? ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി അല്ലേ? ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി അല്ലേ? കാരണം ടേക്ക് ഇൻഫിനിറ്റി കൊടുത്ത ഇൻഫിനിറ്റി ബൈ ദിസ് ക്വാണ്ടിറ്റീസ് ഇൻഫിനിറ്റി മൈനസ് വാട്ട്? ടാൻ ഇൻവേഴ്സ് 0. ഓക്കെ, മക്കളെ ശ്രദ്ധിക്കുക, ഇവിടെ തെറ്റാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ എ മൈനസ് 1 ആണ് കൊടുത്തതെന്ന് വിചാരിക്കാം. അപ്പോൾ എ മൈനസ് 1 കൊടുത്താൽ നിങ്ങൾ വേഗം ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു എന്നാണ് ഇൻഫിനിറ്റി എന്ന് കൊടുക്കും അല്ലേ? കാരണം ഇൻഫിനിറ്റി ഡിവൈഡ് ബൈ എ നമ്പർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻഫിനിറ്റി തന്നെയാണ്. അപ്പോൾ ഇൻഫിനിറ്റി കൊടുക്കും. പക്ഷേ ഇൻഫിനിറ്റി അല്ല കൊടുക്കേണ്ടത്, മൈനസ് ഇൻഫിനിറ്റിയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അഥവാ ഇവൻ എ മൈനസ് 1 ആണെങ്കിൽ ദിസ് എ മൈനസ് 1 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ബിക്കോസ് എ ഇസ് ഇൻ ബിറ്റ്വീൻ 0 and 1. ഓക്കെ, അപ്പോൾ ഇവിടെ മൈനസ് ഇൻഫിനിറ്റി ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം മുതൽ അത് മറ്റു രീതിയിൽ തന്നെ, അഥവാ 1 മൈനസ് എ എന്ന രീതിയിൽ ചെയ്തിരിക്കുന്നത്. 1 മൈനസ് എ എന്ന് പറയുമ്പോൾ ഈ ക്വാണ്ടിറ്റി എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് എന്താക്കേണ്ട? ബേജാറാവേണ്ട ആവശ്യം നഹിഹി. ഓക്കെ, സോ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു വാട്ട് ഇസ് ദാറ്റ്? 2 ഡിവൈഡ് ബൈ 1 മൈനസ് എ സ്ക്വയർ ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? പൈ ബൈ 2 അല്ലേ? മൈനസ് 0 അല്ലേ? അപ്പോൾ 2 ഗെറ്റിംഗ് ക്യാൻസൽ. സോ ഐ ഈസ് ഈക്വൽ ടു പൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എ സ്ക്വയർ എന്ന്. 3 is the right answer.